പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച UN സുരക്ഷാ കൗൺസിൽ ആക്രമണത്തിന് പിന്നിലുള്ളവരെയും സംഘാടകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെ സമിതി ചൂണ്ടിക്കാട്ടി. തീവ്രവാദം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമേറ്റ ഏറ്റവും ഗുരുതരമായ ഭീഷണിയാണെന്നും UN ആവർത്തിച്ചു. ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധമാണുള്ളതെന്നും അതിനാൽ തന്നെ വിഷയത്തിൽ ഇടപെടില്ല എന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, തീവ്രവാദം ലോക സമാധാനത്തിന് ഭീഷണി തന്നെയാണ്. ഈ ഭീകരാക്രമണം ഭാരതത്തിൽ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് സുരക്ഷാ കൗൺസിൽ പറയുന്നത്? വീണ, തീർച്ചയായും സുരക്ഷാ കൗൺസിൽ കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സുരക്ഷാ കൗൺസിലിന്റെ 15 അംഗങ്ങളും വളരെ കൃത്യമായി, അതായത് സ്ഥിരാംഗങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുന്ന റെസൊല്യൂഷനാണ് പാസാക്കിയിരിക്കുന്നത്. ആ റെസൊല്യൂഷനിൽ പറയുന്നത് ഭീകരാക്രമണത്തെ ശക്തമായി എതിർക്കുന്നു, ഇത്തരം ഭീകരാക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഭീകരത ലോകത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ്. ഭീകരത രാജ്യവിരുദ്ധവും മനുഷ്യത്വഹീനവും സമൂഹത്തിന് വിരുദ്ധവുമായ ഒരു നിലപാടാണ്. അത്തരം നിലപാടുകൾ അംഗീകരിക്കാനാവില്ല എന്ന് വളരെ കൃത്യമായി തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, UN സുരക്ഷാ കൗൺസിലിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ, അതായത് ഭാരതവും പാകിസ്ഥാനുമായുള്ള കശ്മീർ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നതും, അതായത് ഒരു മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നത് ഒരു ആത്യന്തിക നയമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. ആ നയത്തിന് കൂടിയുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നിലപാട് UN ഇക്കാര്യത്തിൽ അറിയിക്കുമ്പോഴും അക്കാര്യത്തിലുള്ള തുടർ നടപടികളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തു തന്നെയായാലും UN സെക്യൂരിറ്റി കൗൺസിൽ വളരെ കൃത്യമായി ലോകത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ ശരിയായ രീതിയിലല്ല എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, ഇരു രാജ്യങ്ങളുമായി സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഒരു പക്ഷം പിടിക്കാൻ തയ്യാറല്ലെന്ന നിലപാട് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്. അതിലും ഈ കാര്യം നമുക്ക് തെളിഞ്ഞു കാണാവുന്നതാണ്. കാരണം ഭാരതത്തിന്റെ ഏറ്റവും കൃത്യമായ നിലപാട് ഈ കാശ്മീരിലെ ഒരു വിഷയത്തിലും, കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും മൂന്നാം കക്ഷിയായി ഇടപെടരുത് ഒരു രാജ്യങ്ങളും എന്ന നിലപാടാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. അതേ നിലപാടിനോട് അനുകൂലമായ ഒരു നിലപാടാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതേസമയം മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണമെന്നൊരാവശ്യം പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ കൂടി മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ട എന്ന് പറയുന്ന നിലപാടിനോടൊപ്പം ട്രംപ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിന്റെ നിലപാടിനോടൊപ്പം ട്രംപ് നിൽക്കുന്നു എന്ന് തന്നെയാണ്. അക്കാര്യം തന്നെയാണ് നേരത്തെ വിവിധ അധികാരികളെല്ലാം തന്നെ, അതായത് സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയും 26ഓളം പേരുടെ ജീവനെടുത്തത് മനുഷ്യത്വഹീനമായ പ്രവൃത്തിയെ പൂർണ്ണമായും അപലപിക്കുകയും ഭാരതത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് തുളസി ഗബ്ബാർഡ് ഇക്കാര്യം വീണ്ടും കുറെ കൂടി വിശദീകരണങ്ങൾ നൽകിയത്. തുളസി ഗബ്ബാർഡ് പറഞ്ഞത്, ഈ ഇന്റലിജൻസ് ഷെയറിംഗ്, അദ്ദേഹം അവിടുത്തെ ഇന്റലിജൻസ് മേധാവിയാണ് അവർ, അതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് ഡാറ്റ ഷെയർ ചെയ്യുന്നത് ഉൾപ്പെടെ അന്വേഷണത്തിൽ സഹകരിക്കാൻ തയ്യാറാണെന്നും കൂടി അറിയിച്ചിരുന്നു. തീർച്ചയായും ഭാരതത്തോടൊപ്പം നിൽക്കുന്നു ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ നിലപാടിൽ നിന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. വീണ. ഓക്കെ.